€200 മുതൽ €4000 വരെ, അതായത് ഏകദേശം 20,000 മുതൽ 4 ലക്ഷം രൂപ വരെ ഫീസുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇറ്റലിയിൽ MBBS പഠിക്കാൻ ശരിക്കും ഇറ്റാലിയൻ ഭാഷയുടെ ആവശ്യമില്ല. അപ്പോൾ ഇറ്റലിയിലേക്ക് ഡയറക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ IMAT എക്സാം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്നാലും നമുക്ക് ഇറ്റലിയിൽ വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്വേ ഉണ്ട്. അതിന്റെ പാത്വേ എന്താണ് എന്നുള്ള കൂടെ പറഞ്ഞുതരാം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇറ്റലിയിൽ എങ്ങനെ MBBS പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇറ്റലിയിൽ അല്ലാതെ പുറത്ത് പഠിച്ചിട്ട് എങ്ങനെ ഇറ്റലിയിലേക്ക് വരാം, ഇറ്റലിയിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള കൂടെ നമുക്ക് പറയാം. കാരണം ഇറ്റലിയിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റലിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇറ്റലിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക, ഇറ്റലിയിലല്ല പഠിക്കുന്നതെങ്കിൽ പുറത്ത് പഠിച്ചിട്ട് എങ്ങനെ ഇറ്റലിയിൽ വർക്ക് ചെയ്യാം, അതിൻ്റെ പാത്വേ എന്താണ് എന്നുള്ള കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇറ്റലിയിൽ നമ്മൾ MBBS പഠിക്കുകയാണെങ്കിലും +2 ബയോളജി സയൻസ് തന്നെ പഠിച്ചിരിക്കണം. ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച്, അതായത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ എടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ക്രൈറ്റീരിയകൾ മാറും, അഡ്മിഷൻ ക്രൈറ്റീരിയകൾ. അതായത് ചില യൂണിവേഴ്സിറ്റികൾക്ക് 50% മാർക്കുകളുണ്ട്, 60% മാർക്കുകളുണ്ട്, ചിലത് കൂടുതൽ മാർക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റിയാണ്. അത് നമ്മൾ ഏതാണ് യൂണിവേഴ്സിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മളെ +2 മാർക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് നോക്കാൻ. പിന്നെ അടുത്തൊരു ക്രൈറ്റീരിയ ആണ് ലാംഗ്വേജ്. കാരണം യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജർമ്മനിയിലായിക്കോട്ടെ, സ്വിറ്റ്സർലാൻഡിലായിക്കോട്ടെ, ഈ രാജ്യങ്ങളിലേക്ക് MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ നിർബന്ധമാണ്. ഇറ്റലിയിൽ MBBS പഠിക്കാൻ ശരിക്കും ഇറ്റാലിയൻ ഭാഷയുടെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് തോട്ട് പ്രോഗ്രാംസ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഇറ്റലിയിൽ ഉണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനും മെഡിസിന് ജോയിൻ ചെയ്യാനും ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോലെ തന്നെ 3rd ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെഡിസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷം പ്രീ ക്ലിനിക്കൽസും അടുത്ത 3 വർഷം ക്ലിനിക്കൽസും ആണ്. അപ്പോൾ പ്രീ ക്ലിനിക്കൽസ് കഴിഞ്ഞിട്ട് ക്ലിനിക്കൽസിലേക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ഉണ്ടാവുക. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസോട് സംസാരിക്കണം, സ്റ്റാഫിനോട് സംസാരിക്കണം, അതേപോലെ തന്നെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇതിന് നമുക്ക് ഉറപ്പായിട്ടും ഭാഷ അറിഞ്ഞിരിക്കണം. നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ ഇറ്റാലിയൻ പഠിക്കുന്നുണ്ട്, 1ാമത്തെ വർഷം മുതലുണ്ട്. ആ 3ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും ഇറ്റാലിയൻ ഏകദേശം പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് മതിയാവും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇറ്റാലിയൻ B2 ലെവൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റലിയിലുള്ള ഇറ്റാലിയൻ ലാംഗ്വേജുള്ള മെഡിസിൻ കോഴ്സ് ചൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇറ്റലിയിൽ MBBS എടുക്കുക, അതിന്റെ പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റലിയിലുള്ള യൂണിവേഴ്സിറ്റികൾ WDOMS എന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സുകൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നോക്കുക. യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ഇറ്റലിയിലുള്ള MBBSന് വേണ്ടി അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിട്ട് IMATന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. IMATന് രജിസ്റ്റർ ചെയ്ത് IMAT അപ്പയർ ചെയ്യാം. യൂഷ്വലി സെപ്റ്റംബർ മാസത്തിലാണ് IMAT ഉണ്ടാവാറുള്ളത്. ഇന്ത്യയിലും IMAT എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് എഴുതാൻ പറ്റും. IMAT എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ IMATന്റെ മാർക്കിനനുസരിച്ച് അതിന്റെ റാങ്കിനനുസരിച്ചായിരിക്കും നമുക്ക് മെഡിസിനൽ ആപ്ലിക്കേഷൻ കിട്ടാം. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിസ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിയിട്ട് വിസ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് ടൈപ്പ് D സ്റ്റഡി വിസ എടുത്തിട്ട് ഇറ്റലിയിലേക്ക് വരാൻ പറ്റും. ഇറ്റലിയിൽ MBBS പഠിക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IMAT എക്സാം ആണ്. IMAT എക്സാം ഞാൻ പറഞ്ഞില്ല, ഏകദേശം 13,000-ഓളം ആളുകൾ വേൾഡ് വൈഡ് എഴുതുന്നതാണ്. അതിൽ 10% മാത്രം പാസ് പെർസെന്റേജ് ഉള്ള ഒരു എക്സാം ആണ്. അപ്പോൾ നീറ്റിന്റെ കൂടെ നമ്മൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇറ്റലിയിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ €200 മുതൽ €4000 വരെ, അതായത് ഏകദേശം 20,000 മുതൽ 4 ലക്ഷം രൂപ വരെ ഫീസുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഓൾമോസ്റ്റ് 15,000 മുതൽ €25,000 വരെയാണ്. അതായത് 15 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഒരു ഇയറിനേക്കുള്ള. ഞാൻ ഇയറിന്റെ ഫീസാണ് എല്ലാം പറഞ്ഞത്. പിന്നെ ഇറ്റലിയിലുള്ള ലിവിംഗ് കോസ്റ്റ് അറിയാമല്ലോ, ഇവിടെ എല്ലാ സാധനങ്ങളും എക്സ്പെൻസീവ് ആണ്. ഓൾമോസ്റ്റ് ഒരു 6 മുതൽ 8 ലക്ഷം രൂപ വരെയൊക്കെ വർഷത്തേക്കുള്ള ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കരുതേണ്ടി വരും. അപ്പോൾ ഇറ്റലിയിൽ എങ്ങനെയാണ് MBBS അഡ്മിഷൻ കിട്ടുക എന്നുള്ള മനസ്സിലായല്ലോ. ഈസി അല്ല ഒരു ഗവൺമെന്റ് കോളേജിൽ ഇറ്റലിയിൽ MBBSന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത്. എന്നാലും നമുക്ക് ഇറ്റലിയിൽ വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്വേ ഉണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഫീസ് കുറവുള്ള, അതായത് ബൾഗേറിയയും റൊമാനിയൊക്കെ പോലുള്ള രാജ്യങ്ങൾ നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞാൽ MBBS കഴിഞ്ഞതിന് ശേഷം ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ഇറ്റലിയിലേക്ക് വരാൻ പറ്റും. അതായത് നമ്മുടെ MBBS റൊമാനിയെന്നോ ബൾഗേറിയെന്നോ കംപ്ലീറ്റ് ചെയ്യുക. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റലിയിലേക്ക് ബൾഗേറിയുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വരാൻ പറ്റും എന്നുള്ള ഒരു പാത്വേ ഉണ്ട്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് IMAT എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യം ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പഠിച്ചതിന് ശേഷം ഇറ്റലിയിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് PG എടുക്കാം. അതായത് PG യൂറോപ്യൻ യൂണിയനിൽ എടുത്തതിന് ശേഷം ആ PG വെച്ചിട്ടും ഇറ്റലിയിലേക്ക് വന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് പാത്വേസ് നമുക്കുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS നമ്മൾ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റൊമാനിയയിലൊക്കെ ആണെങ്കിൽ ഏകദേശം 7,000-7,500 ഫീസുള്ള കോളേജുകളുണ്ട്. നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളേജുകളിൽ കിട്ടും. അപ്പോൾ അവിടെ പഠിച്ചിട്ട് ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റലിയിലേക്ക് ഡയറക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ IMAT എക്സാം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. IMAT എക്സാമിന് ട്രൈ ചെയ്ത് 1-2 കൊല്ലം പോകുന്ന കുട്ടികളുണ്ട്. IMAT വളരെ ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. അതുപോലെ തന്നെ സീറ്റിന്റെ അവൈലബിലിറ്റിയും കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇറ്റലിയിൽ MBBS പഠിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കാം.